ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിസ്സയ്ക്കുള്ള ഡോവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ നോക്കുക, കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഈസ്റ്റ് പെട്ടെന്ന് റെഡിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് മാത്രമേ നമ്മൾ കുഴച്ചെടുക്കാവൂ. ഒരുപാടായിപ്പോയാൽ നമ്മുടെ മാവങ്ങ് ലൂസായി പോവും. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയും ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മൈദാമാവ് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചത് അതാ ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 2 മണിക്കൂറായാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ് 1 മണിക്കൂർ. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം പോലെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൈയൊക്കെ വെച്ചതായി ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് ഒതുക്കി കൊടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. നമ്മളെ മാവങ്ങ് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും കൂടി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൈ വെച്ച് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഈ പിസ്സയുടെ ഈ അറ്റമൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ പിസ്സ സോസൊക്കെ ഒഴിക്കുന്ന നേരത്ത് പുറത്തോട്ട് പോയി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇതുപോലെ പരത്തിയെടുക്കുന്ന നേരത്തെ എല്ലാ ഭാഗവും ഒരേ കനത്തിന് തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കാം. അതിലേറെയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ. ഇങ്ങനെ ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന നേരത്തൊന്ന് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ പതിയെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു 3 മിനിറ്റ് വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതിനെ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമുക്കിതിനെ ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിക്കൊരു പാത്രം വെച്ചിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു 3 മിനിറ്റും കൂടെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ ഇത് പിസ്സ ഉണ്ടാക്കാൻ എടുക്കുന്ന നേരത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന നേരത്താണെങ്കിൽ ഇതുപോലെ പരത്തി ഇതിൻ്റെ മുകളിലെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അടുപ്പത്തോട്ട് വെക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പിസ്സ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.